അപ്പോൾ ഇന്ന് എൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഞാൻ കുറച്ച് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തു കേട്ടോ. അതായത് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പിഴിഞ്ഞുള്ള വെള്ളമൊന്നും ചേർക്കണ്ട. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഡബിൾ ബോയിലിങ്ങിലൂടെ ഒന്ന് വറ്റിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനൊരു എന്താ പറയുക ലിപ് ബാം ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഓൾറെഡി അതിന് കുറേ ഐറ്റംസൊക്കെ വേണം കേട്ടോ. ഇവിടെ അതൊന്നും കിട്ടാനില്ല. അപ്പം ഞാൻ വാസലിൻ വെച്ചിട്ടാണ്, ഇതിൻ്റെ ഉള്ളിൽ വാസലിനാണ് കേട്ടോ മിക്സ് ചെയ്യണത്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യണേ കേട്ടോ. കുറച്ചധികം സമയം വേണം ഇതിങ്ങനെ വെള്ളത്തിൽ തിളച്ച് അത് വറ്റി വറ്റി വരണം. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് നല്ലൊരു എഫക്റ്റ് എനിക്ക് തോന്നി. മാത്രമല്ല ഇത് കൂടുതൽ നന്നാവുക ബീട്രൂട്ടിൻ്റെ പൊടിയില്ലേ, പൗഡർ വാങ്ങാൻ കിട്ടും, അതും കൂടി മിക്സ് ചെയ്താലാണെന്ന് തോന്നുന്നു. എന്തായാലും ഞാനിത് ട്രൈ ചെയ്യാണ്. ഇങ്ങനെ നന്നായി കട്ടിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയും കട്ടിയാവണം, നല്ല കട്ടിയിലൊന്നും കൂടി കട്ടിയിൽ വരണേ. ഇതിങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ കട്ടി പിടിക്കും അത് അവിടെ ഇവിടെയും പാത്രത്തിൽ. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു പരുവം കണ്ട് ഇത് ശരിക്കും ഇങ്ങനെ പേസ്റ്റ് പോലെയായി. അത് ആ ജ്യൂസ് വറ്റി വറ്റി പേസ്റ്റ് പോലെയായി. പിന്നെ വാസലിൻ്റെ ചെറിയൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. എന്നിട്ട് ഇനി മിക്സ് ചെയ്ത് അത് യോജിപ്പിക്കണം. ഇത് കുറച്ച് പാടാണ്. ഞാൻ ആദ്യം വിചാരിച്ചു ഇത് വാസലിൻ മെൽറ്റായപ്പോൾ അത് സെപ്പറേറ്റും ഈ ബീട്രൂട്ടിൻ്റെ ഈ ജെല്ലി പരിവം സെപ്പറേറ്റ് ആയിട്ട് നിന്നിരുന്നു. ഞാൻ വിചാരിച്ചു പണി പാളി എന്ന് വിചാരിച്ചു. പക്ഷേ അത് ലാസ്റ്റ് ഇങ്ങനെ കുറച്ചിങ്ങനെ ആ വെള്ളത്തിൽ നിന്ന് ഞാനെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടോ. അതായത് കൈ എടുക്കാതെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആയപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു സ്റ്റൈലിൽ കിട്ടിയത്. അപ്പം നല്ല ക്രീമായിട്ട് പോലെയുള്ളൊരു ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി തണുക്കണതിന് മുമ്പ് തന്നെ അത് ഏതെങ്കിലും ഒരു നല്ലൊരു ബോട്ടിലിലേക്ക് മാറ്റണം. അപ്പം ഞാൻ ആ വാസലിൻ്റെ ബോട്ടിലേക്ക് തന്നെയാണ് ഷിഫ്റ്റ് ചെയ്തത് കേട്ടോ. അതിന് മുമ്പ് ഞാൻ കുറച്ചെടുത്തിട്ട് അതേ എൻ്റെ മോളിതേ കയ്യിലിട്ട് നോക്കുകയാണ്. ഇത് കണ്ടോ, ഒരു ചെറിയതായിട്ടൊരു ചെറിയ കളറും ഒരു ബാമും ആയിട്ട്. അപ്പോൾ രണ്ട് ഗുണമുണ്ട്, ഒരു ചെറിയ കളറും ലിപ് ബാമായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ വീട്ടിൽ തോരനുണ്ടാക്കുമ്പോൾ ബാക്കി വരുന്ന ജ്യൂസ് വെച്ച് ട്രൈ ചെയ്താൽ മതി.